അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചെന്ന പരാതിയിൽ നടി ശ്വേതാ മേനോനെതിരെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു. നിലവിൽ അതിൻ്റെ തുടർ നടപടികൾ കോടതി സ്റ്റേ ചെയ്തുവെങ്കിലും നമുക്ക് ഈ വിഷയത്തിലെ പൊതുജന അഭിപ്രായം തേടാം. ഇത് ഉറപ്പായിട്ടും ഗൂഢാലോചനയാണ്. നമുക്ക് ഊഹിക്കാം, തലയ്ക്ക് ഓളമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ഇലക്ഷൻ സമയത്താണ് ഇത്രയും വർഷങ്ങളായി ആ സിനിമ ഇറങ്ങിയിട്ട്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കേസ് വന്നെങ്കിൽ അത് ഇലക്ഷന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ തന്നെ ചെയ്തതായിരിക്കും. സിനിമ പലതരത്തിലുള്ള സിനിമകൾ, ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ സെൻസറിങ് കഴിഞ്ഞ് തിയേറ്ററിൽ വന്ന് ടി വിയിൽ വന്ന സിനിമകളാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കേസ് വരേണ്ട കാര്യമില്ല ശരിക്കും. അതൊരു നല്ല സിനിമയാണ്. അപ്പോൾ എന്താ പറയുക, ആ നല്ല സിനിമയിൽ അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് പല വെബ്സൈറ്റിൽ പല സൈറ്റുകളിൽ പ്രചരിപ്പിക്കുന്നവരെയാണ് സത്യം പറഞ്ഞാൽ പിടികൂടേണ്ടത്. കാരണം അവരുടെ തൊഴിലാണ് ചെയ്തത്. ശ്വേതാ മേനോൻ അവരുടെ തൊഴിലാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്നുള്ള അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്നവരാണ് യഥാർത്ഥ കുറ്റവാളികൾ. അപ്പോൾ അവർക്കെതിരെയാണ് നമ്മൾ കേസെടുക്കേണ്ടത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വേതാ മേനോൻ്റെ പേരിൽ മാത്രം കേസെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് മേക്ക് ചെയ്തവർക്കും അതിൻ്റെ മറ്റുള്ള ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരുടെ തൊഴിൽ ഒരാളുടെ പേരിൽ മാത്രം കേസ്, അത് മാത്രമല്ല സെൻസറിങ് കഴിഞ്ഞതാണ്. അപ്പോൾ തികച്ചും അന്യായമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. കെട്ടിച്ചമച്ച കേസായിട്ട് തന്നെ കാണുന്നു. കാരണം എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയകളുടെ മുന്നിൽ ഒന്ന് സ്റ്റാറാകാൻ വേണ്ടിയിട്ട് ഒരാൾ കെട്ടിച്ചമച്ചൊരു കേസ് എന്നതിനെക്കൂട്ടി കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനായിട്ടില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയൊക്കെ ഓൾറെഡി തിയേറ്ററിൽ വന്ന ആളുകളൊക്കെ കണ്ടുപോയിട്ടുള്ള പടങ്ങളാണ്. ഇപ്പോൾ അതിലെ രംഗങ്ങൾ ഏതോ പോൺ സൈറ്റിൽ വന്നെന്നും പറഞ്ഞ് അതിൻ്റെ പേരിലൊരു വിവാദം ഉണ്ടാക്കാനും, ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണല്ലോ, ശ്വേത മത്സരിക്കുന്നുണ്ട്. അതിലാർക്കെങ്കിലും എന്തെങ്കിലും വിദ്വേഷം കൊണ്ട് വരുത്തി വെച്ചാണോ എന്താണെങ്കിലും അറിയില്ല. പക്ഷേ ഇതിനകത്ത് ഒരു വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വേതാ മേനോനും എതിരെ മാത്രം കേസ്. ഈ ചിത്രത്തിൻ്റെ ആ സീനുണ്ടായിരുന്ന ആ ചിത്രത്തിൻ്റെ കഥ എഴുതിയ എഴുത്തുകാരൻ്റെ പേര് കേസില്ല, അതിൻ്റെ ഡയറക്ടറുടെ പേരിൽ കേസില്ല. ആ പടെ കേസ് വന്നിരിക്കുന്ന ശ്വേതാ മേനോൻ്റെ പേരില്ല. അപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിലെ ചേതോകാരം എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് ആക്ച്വലി ആ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ സെൻസർ ചെയ്തിട്ടല്ലേ ആ പടം ഇറങ്ങിയത്. അപ്പോൾ അതിപ്പം ഇത്രയും നാൾ, ഒന്നാമത്തെ കാര്യം ആ സിനിമ ഇല്ലെങ്കിൽ അവരഭിനയിച്ച 2 പടങ്ങൾ മാത്രമല്ല, വേറെ ഒരുപാട് സിനിമകളിൽ ഇതേപോലെയുള്ള ഒരുപാട് സീനുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ അഭിനയിച്ച എല്ലാ നടിമാർക്കെതിരെയും കേസെടുക്കണ്ടേ. പിന്നെ അതിൽ അഭിനയിച്ച നടിക്ക് എതിരെ മാത്രമാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അവർക്ക് എല്ലാവർക്കും എതിരെ കേസ് എടുക്കണം. അല്ലാതെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കേസ് എടുക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം അമ്മയുടെ ഇങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ, ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ എന്തൊക്കെയോ വലിയ വിഷയമൊക്കെ നടന്നെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചവിട്ടി താത്താനായിരിക്കാം, ചിലപ്പം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കേസെടുക്കാതെ എല്ലാവർക്കും എതിരെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ മാത്രമല്ലല്ലോ, ഒരുപാട് സിനിമകളുണ്ടല്ലോ, എത്ര സിനിമകളുണ്ട്. പിള്ളേർ എന്തായാലും ഈ പടങ്ങളൊന്നും കണ്ട് നശിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാളും വലിയ സാധനങ്ങൾ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഒരു ഫോൺ ഉണ്ടെങ്കിൽ അത് മതി എല്ലാവർക്കും. അപ്പോൾ ഇതേപോലെ പഴയ പടങ്ങൾ അല്ലെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടൊരു വിഷയം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ വലിയ യോജിക്കുന്നില്ല. എനിക്കത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കേസാണ്. കാരണം സിനിമാ സംഘടനയിലൊരു ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഇടയ്ക്കാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ്റെ വിഷയം വന്നിട്ടുള്ളത്. ശ്വേതാ മേനോൻ്റെ വിഷയം എന്ന് പറയുന്നത് പോൺ സൈറ്റിൽ ശ്വേതാ മേനോൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രതി നിർവേദം, കളിമണ്ണ്, അതേപോലുള്ള സിനിമകളുടെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത് പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്തതും ആ കണ്ടിട്ട് പരാതി കൊടുത്ത ആളും ഒരേപോലെ കുറ്റക്കാരനല്ലേ. എന്ത് തന്നെയാണെങ്കിലും ഇത് അടുത്ത സിനിമാ സംഘടനയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണെന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അത് ശരിക്കും ആസൂത്രിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2009, 2011, 2013 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സിനിമയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നത്. രതി നിർവേദമാണെങ്കിലും പാലേരി മാണിക്യമാണെങ്കിലും കളിമണ്ണാണെങ്കിലും ആ സമയത്തൊന്നും ആ സിനിമയെക്കുറിച്ചൊരു പരാതി വരാതെ ഇപ്പോൾ അവർ ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നത് ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിത്രങ്ങൾക്ക് പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അതൊരു കലാസൃഷ്ടി മാത്രമായിട്ട് കാണേണ്ട കാര്യമുള്ളൂ. അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമകൾക്കൊന്നും വരാതെ ഈ ശ്വേതാ മേനോൻ എന്ന വ്യക്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇങ്ങനെ ഈ തരത്തിലൊരു വിവാദം ഉണ്ടാകുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് തോന്നുന്നില്ല. നടി ശ്വേതാ മേനോനെതിരായ കേസിൽ കഴമ്പില്ലെന്നാണ് പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം. ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.